സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയരനാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഞങ്ങളുടെ സഹോദരിയെ പ്രകാശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവചരാചര സൃഷ്ടാവേ, സർവരും അങ്ങയെ വാഴ്ത്തുന്നു. സർവേശ്വരനാം കർത്താവേ, സർവവരങ്ങളും ഏകണമേ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക്
ഒരിടമൊരുക്കാനായി പോകുന്നു ഞാൻ മുൻപിലിതാ എങ്ങും വന്നിടുമല്ലോ ഞാനോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെയല്ലാതെ നാഥ എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. എന്നെ നിരാശനാക്കരുതേ. നീതിമാനായ കർത്താവേ, അങ്ങെന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ അഭയവും സഹായവുമാകുന്നു. എന്നെ പരിപാലിക്കണമേ. നീതിമാനായ കർത്താവേ, അങ്ങെന്നെ രക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുകയും പ്രത്യുത്തരമരുളുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കുക. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, പുകഴ്ത്തുകയും മഹനീയമാകുന്നത് കൂടെ മാശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ മനുഷ്യൻ നമ്പർ കുടിക്കുന്നതില്ലേമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവർ നാമത്തിൽ സ്തുതി. മനുഷ്യൻ നമ്പർ കുടിക്കുന്നതില്ലേമാകുന്നു. വലിയ പോലെ വിരിയുന്നു. ുന്നവരുടെ മേലെന്നും അനുഗ്രഹം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശിപ്പിക്കും. ആത്മാവോട് കരുണ കാണിക്കുന്നു. നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങൾ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് സോദരനെയും ചിന്തിച്ചതിൽ നടുവ് പെട്ടുകരഞ്ഞുകരഞ്ഞ കണ്ണുകൾ താണു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെയല്ലാതെ നാഥ എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങയിൽ
ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ക്ലേശങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളതായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധപ്പെട്ടായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും നേർന്നു. നമുക്കെല്ലാവർക്കും അച്ചടക്കത്തോടുകൂടെ യാത്രയായി പള്ളിയിലേക്ക് പോകാം.